all, welcome to ONCE. മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 1 എന്ന സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നമുക്കവിടെ രണ്ടാമത്തെ മോഡ്യൂളിന്റെ സെക്കൻഡ് മോഡ്യൂളിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഹെഡ്ലൈൻ എന്ന് പറയുന്നത് തന്നെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ്. സോ അതിൽ തന്നെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? അതിൽ ഓരോ വേർഡ്സിന്റെയും മീനിങ് പറയാം. ആദ്യം എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈൻ ഉള്ള എന്തൊരു എക്സ്പ്രഷനെയും നമ്മൾ എന്തെന്ന് പറയും? ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഈക്വൽ സൈൻ വന്നാൽ മതി, ഈക്വൽ ടു സം വാല്യൂ എന്ന രീതിയിൽ ഒരു സൈൻ റെപ്രസെന്റ് ചെയ്താൽ മതി, അതെന്താണെന്ന് പറയാം? ഒരു ഇക്വേഷൻ ആണെന്ന് പറയാം. ഇനി ഇതേപോലെ തന്നെ ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഡെറിവേറ്റീവിന്റെ ടേം ആ ഇക്വേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡെറിവേറ്റീവിന്റെ ടേം dy/dx അല്ലെങ്കിൽ d²i/dx², ഇങ്ങനെയുള്ള ഡെറിവേറ്റീവിന്റെ ടേം ഒരു ഇക്വേഷനിൽ എക്സ്പ്രഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി വേറൊരു വേർഡാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്ന് ഓർഡർ, മറ്റൊന്ന് ഡിഗ്രി. എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ? എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി? ഓക്കെ, അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. d²y/dx² is equal to 2. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം എന്താണ്? ഇതൊരു ഈക്വൽ സൈൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഡെറിവേറ്റീവിന്റെ ടേം ആ ഇക്വേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്ത് ഇക്വേഷൻ ആണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്രയാണ്, ഡിഗ്രി എത്രയാണ് എന്നതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ d²y/dx² - 2 is equal to 0. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് എനിക്ക് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ ഓർഡർ എന്താണ്? എന്താണ് ഓർഡർ? ഒരു y എന്ന് പറയുന്ന ഫംഗ്ഷനെ, y എന്ന് പറയുന്ന ഏതോ ഒരു ഫംഗ്ഷനെ ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് എനിക്ക് dy/dx കിട്ടുന്നത്. വൺ ടൈം സിംഗിൾ ടൈം ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സിംഗിൾ ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് എനിക്ക് dy/dx എന്ന് കിട്ടുന്നത്. ഇനി ഇതിനെ ഒന്നുകൂടെ, അതായത് ഈ കിട്ടിയ dy/dxനെ ഒരു ടൈം മോർ, ഒരു തവണ കൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് d²y/dx². ഒരു തവണ കൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് d²y/dx². ഇനി ഒരു തവണ കൂടെ ചെയ്താലോ? d³y/dx³. ഈ രീതിയിൽ വന്നുകൊണ്ടിരിക്കും. മൾട്ടിപ്പിൾ ടൈംസ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ രീതിയിൽ ഡിഫറൻഷ്യലിന്റെ ടേംസ് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. dy/dx, d²y/dx², d³y/dx³ ഈ രീതിയിൽ പൊക്കോണ്ടിരിക്കും. ഓക്കെ അല്ലെ? അപ്പോ ഈ രീതിയിൽ ഡിഫറൻഷ്യൽ ടേം വരുമ്പോൾ മാക്സിമം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ എത്ര തവണയാണ് ഏറ്റവും മാക്സിമം ടൈംസ് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത് എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. d²i/dx² - 2 is equal to 0. ഇതിന്റെ ഓർഡർ എത്രയാണ്? ഓർഡർ ആദ്യം ഓർഡർ ഇതിന്റെ എത്രയാണ്? 2 ആണ്. എന്തുകൊണ്ട് 2? മാക്സിമം എത്ര തവണയാണ് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത്? 2 ടൈംസ് ആണ് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ഓർഡർ എത്രയായി മാറിയത്? 2 ആയി മാറിയത്. ഇനി അതിന്റെ ഡിഗ്രി എന്താണ്? ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വന്നു, d²y/dx² is equal to some 3 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ d²y/dx² the whole square. ഓക്കെ, അതായത് ഈ ഇക്വേഷന്റെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാണ്. ഹോൾ സ്ക്വയർ എടുക്കുന്ന സമയത്ത് 3യുടെ സ്ക്വയർ വരും, അത് എത്രയാണ്? 9. അങ്ങനെയാണെങ്കിൽ ഈ 9നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ എന്ത് വരും? d²y/dx² the whole square -9 is equal to 0. ഇവിടെ എന്താണ് ഓർഡറും ഡിഗ്രിയും? ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് 2 തന്നെയാണ്. കാരണം മാക്സിമം എത്ര തവണയാണ് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത്? 2 തവണ. പക്ഷെ ആ ഡിഫറൻഷ്യൽ ടേമിന്റെ ഹോൾ പവർ എത്രയാണ്? ഹോൾ റൈസ് ടു എത്രയാണ്? 2. അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിഗ്രി. ഓക്കെ, ഏത് 2? ഈ 2നെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡിഗ്രി, ഈ 2 റെപ്രസെന്റ് ചെയ്യുന്നത് ഓർഡർ. ഇതാണ് ആ ഒരു ഇക്വേഷന്റെ പ്രത്യേകത, ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സാധാരണ ഒരു ലീനിയർ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഓക്കെ, ഹോൾ സ്ക്വയർ, ഹോൾ ക്യൂബ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പോളിനോമിയൽ എക്സ്പ്രഷന്റെ ഡിഗ്രി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ? ഇവിടെ ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് വന്നതാണ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര തവണയാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ടേംസിനെ മാക്സിമം ടൈംസ് എത്ര തവണയാണ് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും പറയും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ലീനിയർ ഇക്വേഷൻ അത് ആദ്യം നോക്കാം. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി 1 ആയ ഇക്വേഷനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ
മുൻപത്തെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ 10th ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇക്വേഷന്റെ ഡിഗ്രി 1 ആണെങ്കിൽ അതിനെയാണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ഇക്വേഷന്റെ ഡിഗ്രി 1 ആണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ലീനിയർ ഇക്വേഷൻ അങ്ങനെയാണെന്ന് കിട്ടി. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളതും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതായത് ഇവിടുത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ടേമിന്റെ ഓർഡർ എത്ര വേണമെങ്കിലും വരാം, 2ഓ 3ഓ എത്ര വേണമെങ്കിലും വരാം. പക്ഷേ ഡിഗ്രി എത്രയായിരിക്കണം? 1. ഡിഗ്രി 1 ആയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നത് ഡിഗ്രി 1 ആയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ ഒരു ഡെറിവേറ്റീവിന്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതുകയാണ്, d² y/dx² പ്ലസ് 4 ഇൻറ്റു dy/dx പ്ലസ് 4y ഈക്വൽ ടു 0. അതായത് d² y/dx² പ്ലസ് 4 ഇൻറ്റു dy/dx പ്ലസ് 4y ഈക്വൽ ടു എന്താണ്? 0. ഈ രീതിയിൽ ഒരു ഡെറിവേറ്റീവിന്റെ ടേം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഈ ചാപ്റ്ററിന് വേണ്ടി സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ d/dx കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ക്യാപിറ്റൽ D. d/dx കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? ക്യാപിറ്റൽ D എന്ന്. ആ രീതിയിൽ ഇതിനെ എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ d². എന്തുകൊണ്ട് d²? d²/dx², അതിനെയാണ് ക്യാപിറ്റൽ D² എന്ന് പറയുന്നത്. പ്ലസ് പിന്നെ എന്ത് വരും? 4d പ്ലസ് 4. എന്നിട്ട് കോമൺ ആയിട്ട് എല്ലായിടത്തും എന്തുണ്ട്? y ഉണ്ട്. സോ y ഈക്വൽ ടു 0. അപ്പോ ഇങ്ങനെ ഒരു ഡെറിവേറ്റീവ് ടേം വന്നു കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് ഈ രീതിയിൽ എഴുതാം എന്നതും കൂടെ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം. അതായത് d² പ്ലസ് 4d പ്ലസ് 4 ഓഫ് y ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? അപ്പോ ഇങ്ങനെയാണ് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു സ്ട്രക്ചർ, നമുക്ക് പഠിക്കാനുള്ള സ്ട്രക്ചറിന്റെ ഒരു രൂപം ഈ രീതിയിലായിരിക്കും. d² പ്ലസ് 4d പ്ലസ് 4 ഓഫ് y ഈക്വൽ ടു 0. ഇനി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്റർ കണ്ടുപിടിക്കുന്നത്. സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഒയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് സൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് തരത്തിലുള്ള സൊല്യൂഷൻ മേജറിലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് ടൈപ്പ് സൊല്യൂഷൻ മേജറായിട്ട് നമ്മൾ പറയുന്ന വേർഡ്സ് എന്ന് പറയുന്നത് ഒന്ന് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, മറ്റൊന്ന് പർട്ടിക്കുലർ ഇന്റഗ്രൽ. രണ്ട് ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്, കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രൽ. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതിപ്പോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്നാണെങ്കിൽ അതിന് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. CF മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അഥവാ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ CF അത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമാണ് അതിന്റെ സൊല്യൂഷൻ. ഇനി അതല്ല, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു ഇപ്പൊ ഈക്വൽ ടു 0ക്ക് പകരം വേറൊരു ഫംഗ്ഷൻ വന്നെന്ന് വിചാരിക്കുക. അപ്പം sin 2x അല്ലെങ്കിൽ 3x അങ്ങനെ എന്തെങ്കിലും വന്നെന്ന് വിചാരിക്കുക. എന്തോ ആയിക്കോട്ടെ, സൈൻ ആയിക്കോട്ടെ, കോസ് ആയിക്കോട്ടെ, x⁻², x², അല്ലെങ്കിൽ e⁻²x, അങ്ങനെയുള്ള പലതരത്തിൽ എന്ത് വേണം ഫംഗ്ഷൻ ആയിക്കോട്ടെ. അപ്പോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു സം ഫംഗ്ഷൻ, ഈക്വൽ ടു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഈക്വൽ ടു സം ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ PI ഉണ്ടാവും. PI എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു സം ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ PI ഉണ്ടാവും. PI എന്താണ്? പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഓക്കെ, അപ്പോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ CF ഉണ്ടാകും, ആൾസോ PI ഉണ്ടാകും, രണ്ടുപേരും ഉണ്ടാകും. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു സം ഫംഗ്ഷൻ വന്നാൽ CF ഉണ്ടാകും, ആൾസോ എന്തും ഉണ്ടാകും? PI ഉണ്ടാകും. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ എന്ത് മാത്രമേ കാണുകയുള്ളൂ? CF മാത്രം, അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, സോൾവ് d² പ്ലസ് 5d പ്ലസ് 6 ഓഫ് y ഈക്വൽ ടു 0. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഈക്വൽ ടു 0 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഇപ്പൊ എന്താണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? CF മാത്രമേ ഉള്ളൂ, അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. സോ അത് എനിക്ക് മനസ്സിലായി. ഇനി ആ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന കമ്പോണന്റില് ഡിക്ക് പകരം ഡിയുടെ പ്ലേസിൽ M സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ആ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന കമ്പോണന്റ് മാത്രം സെലക്ട് ചെയ്യുക. അതിൽ ഡി എവിടെയുണ്ടോ അവിടെയെല്ലാം എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും ഇക്വേഷൻ? എം സ്ക്വയർ പ്ലസ് 5m പ്ലസ് 6, എം സ്ക്വയർ പ്ലസ് 5m പ്ലസ് 6 എന്നിട്ട് എന്ത് ചെയ്യുക? ഈക്വൽ ടു 0. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്ട്രക്ചർ കിട്ടും. എം സ്ക്വയർ പ്ലസ് 5m പ്ലസ് 6 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പല മെത്തേഡ്സും ഉണ്ട്. നമുക്ക് ഫോർമുലയുണ്ട് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a, റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഈ രീതിയിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഫാക്ടറൈസ് ചെയ്തും ചെയ്യാം. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഇപ്പൊ രണ്ട് നമ്പേഴ്സ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക. ആ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് പ്ലസ് 5ഉം പ്രോഡക്റ്റ് പ്ലസ് 6ഉം കിട്ടത്തക്ക രീതിയിലുള്ള വാല്യൂസ് എന്താണെന്ന് നോക്കുക. ഞാനിപ്പോ സമ്മ് പ്ലസ് 5 കിട്ടാൻ വേണ്ടി എം പ്ലസ് 2 ഇൻറ്റു എം പ്ലസ് 3 ഈക്വൽ ടു 0. എം പ്ലസ് 2 ഇൻറ്റു എം പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. അതായത് സം എടുക്കുമ്പോൾ 2ഉം 3ഉം സം എടുക്കുമ്പോൾ 5 എന്ന് കിട്ടും, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 6 എന്ന് കിട്ടും. ഓക്കെ, എം പ്ലസ് 2 ഇൻറ്റു എം പ്ലസ് 3 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എമ്മിന് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് -2 ആൻഡ് -3 ആണ്. എമ്മിന് കിട്ടുന്ന വാല്യൂസ് -2 ആൻഡ് -3. ഓക്കെ, എമ്മിന് രണ്ട് വാല്യൂസ്. ഇങ്ങനെ രണ്ട് വാല്യൂസ് കിട്ടിയാൽ ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ ഒരു സ്ട്രക്ചർ, സി എഫിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് C1 e raised to m1x പ്ലസ് C2 e raised to m2x. C1 e raised to m1x പ്ലസ് C2 e raised to m2x. ഓക്കെ, M1 M2 നമുക്ക് ഇവിടെ കിട്ടിയ എമ്മിന്റെ രണ്ട് വാല്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് C1 e raised to -3x പ്ലസ് C2 e raised to -2x. ഇത്രയേ ഉള്ളൂ സൊല്യൂഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സൊല്യൂഷൻ. ഇത് തന്നെയാണ് സൊല്യൂഷൻ. CF തന്നെയാണ് അതിന്റെ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എന്തെന്ന് എഴുതാം? y ഈക്വൽ ടു C1 e raised to -3x പ്ലസ് C2 e raised to -2x. ഓക്കെ ആണല്ലോ. എന്ത് ചെയ്തു? നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണ്. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി, CF മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി. അതിനെ ഞാൻ എന്ത് ചെയ്തു? CF എഴുതാൻ ഞാൻ ശ്രമിച്ചു. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഡിക്ക് പകരം എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക? ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആ ഇക്വേഷനെ സോൾവ് ചെയ്ത് എമ്മിന് അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്ട്രക്ചർ ആണ് നമുക്ക് ഇവിടെ വന്നത്. അതിനെ സോൾവ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എമ്മിന്റെ രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ചു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, എമ്മിന് രണ്ട് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫോം എന്ന് പറയുന്നത് ഇതാണ്: C1 e raised to m1x പ്ലസ് C2 e raised to m2x. എന്നിട്ട് എന്ത് ചെയ്യുക? M1 M2 അതാത് സ്ഥാനത്ത് -2 -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തിരിച്ചു കൊടുത്താലും, എങ്ങനെ ഏത് ഓർഡറിൽ കൊടുത്താലും കുഴപ്പമില്ല, രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? സോ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്ത് നോക്കാം. സോൾവ് d² പ്ലസ് 4d പ്ലസ് 4 ഓഫ് y ഈക്വൽ ടു 0. ഇവിടെയും പഴയതുപോലെ തന്നെയാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് എന്ത് മാത്രമേ ഉള്ളൂ? CF മാത്രമേ ഉള്ളൂ. നോക്കാം എങ്ങനെയാണ് CF കണ്ടുപിടിക്കുന്നതെന്ന്. വീണ്ടും പഴയതുപോലെ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന കമ്പോണന്റില് ഡിക്ക് പകരം എന്ത് കൊടുക്കുക? എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എം സ്ക്വയർ പ്ലസ് 4m പ്ലസ് 4 ഈക്വൽ ടു 0. ഇത് എന്ത് ഇക്വേഷൻ ആണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ എം പ്ലസ് 2 ഇൻറ്റു എം പ്ലസ് 2 ആണ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എം ഈക്വൽ ടു എന്ത് കിട്ടും? -2 ആൻഡ് -2. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂസ് പഴയതുപോലെ കിട്ടി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏത് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എത്ര എണ്ണമായിരിക്കും? രണ്ടെണ്ണം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു സൊല്യൂഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് CF ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2x ഇൻറ്റു e raised to mx. എന്തുകൊണ്ട് അവിടെ എഴുതിയ CF എന്തായിരുന്നു? ഈ രീതിയിലായിരുന്നു. C1 e raised to m1x പ്ലസ് C2 e raised to m2x. ഇവിടെ വന്നപ്പോ ഒരു ഫോമിന് മാറ്റം വന്നു. C1 പ്ലസ് C2x ഇൻറ്റു e raised to mx. എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ മാറ്റം വന്നു? അവിടെ നമുക്ക് കിട്ടിയത് -2ഉം -3 ആയിരുന്നു. അതായത് എമ്മിന് കിട്ടിയ വാല്യൂസ് രണ്ടും ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് കിട്ടിയ എന്താണ്? സെയിം വാല്യൂ അല്ലേ? -2 എന്ന് പറയുന്നത് സെയിം വാല്യൂ, ഒരേ വാല്യൂ അല്ലേ റിപ്പീറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്? -2 ആൻഡ് -2. അതുകൊണ്ട് സെയിം വാല്യൂ ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഫോം എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും: C1 പ്ലസ് C2x ഇൻറ്റു e raised to mx. അതായത് CF എന്ന് പറയുന്നത് C1 പ്ലസ് C2x ഇൻറ്റു e raised to m എന്ന് പറയുന്നത് -2. സോ -2x. സോ ഇത്രയേ ഉള്ളൂ സൊല്യൂഷൻ. ഓക്കെ, C1 പ്ലസ് C2x ഇൻറ്റു e raised to -2x. അത് തന്നെയാണ് CF, അത് തന്നെയാണ് ഓവറോൾ സൊല്യൂഷൻ എന്നും പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ വീണ്ടും പറയുന്നു, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? CF മാത്രമേ ഉണ്ടാവുള്ളൂ. CFന്റെ രണ്ട് ഫോം നമുക്ക് ഈ ഇക്വേഷന് പറയുന്ന ഒരു പേര് കൂടെ ഉണ്ട്, അത് പറഞ്ഞിരിക്കുക.
AE അഥവാ ഓക്സിലറി ഇക്വേഷൻ. ഓക്കെ, ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യുക. അതായത് ബ്രാക്കറ്റിനകത്ത് നടക്കുന്ന ടേമിൽ നമുക്ക് എന്ത് ചെയ്യും, ഡിക്ക് പകരം എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m² + 4m + 4 = 0. അതെന്താണ്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിനെ സോൾവ് ചെയ്യുക, എമ്മിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ആ എമ്മിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇവിടെ സെയിം വാല്യൂ ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ CF ന്റെ സ്ട്രക്ചർ ഈ രീതിയിലായിരിക്കും. എന്നിട്ട് ആ സ്ഥാനത്ത് എമ്മിന്റെ സ്ഥാനത്ത് അതായത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? സോ ഇതുപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ സോൾവ് d² - 4d + 13 ഓഫ് y = 0. ഇത് എന്ത് തന്നെയാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ പഴയതുപോലെ തന്നെയാണ്. ഓക്സിലറി ഇക്വേഷൻ ആദ്യം എഴുതുക, ഇത്രയും ടേം സെലക്ട് ചെയ്യുക. അതായത് m² - 4m + 13 = 0. ഇത് നമുക്ക് ഡയറക്റ്റ് ആയി സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഫോർമുല യൂസ് ചെയ്ത് തന്നെ സോൾവ് ചെയ്യേണ്ടി വരും. എന്താണ് ഫോർമുല? -b plus or minus root of b² - 4ac divided by 2a. ഓക്കെ അല്ലേ? സോ അങ്ങനെ വരുന്ന സമയത്ത് -b അതായത് -4 plus or minus root of b². b² എന്ന് വെച്ചാൽ -4ന്റെ സ്ക്വയർ. -4ന്റെ സ്ക്വയർ 16 -4 into a 1 c 13 ഹോൾ ഡിവൈഡഡ് ബൈ 2a. 2a എന്ന് പറയുന്നത് m² കോഎഫിഷ്യന്റ് 1 ആണ്. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 പ്ലസ് ഓർ മൈനസ് 16 - 13 × 4 52. 16 - 52 എന്ന് പറയുന്നത് -36 ഡിവൈഡഡ് ബൈ 2. -36ന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6i ആയിരിക്കും. ഓക്കെ, 6i എന്നായിരിക്കും. സോ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2 പ്ലസ് ഓർ മൈനസ് 3i എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഏതിന്റെ വാല്യൂ? എമ്മിന്റെ വാല്യൂ. ഓക്കെ, സോൾവ് ചെയ്തിട്ട് കിട്ടിയ എമ്മിന്റെ വാല്യൂ ആണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? CF എഴുതണം. CF കണ്ടുപിടിക്കാനായിട്ട് എന്ത് വേണം? CF കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അല്ല ഇവിടെ കിട്ടിയ വാല്യൂ. ഇത് എന്ത് വാല്യൂ ആണ്? ഒരു കോംപ്ലക്സ് വാല്യൂ ആണ്. സോ കോംപ്ലക്സ് വാല്യൂ വരുന്ന സമയത്ത് കോംപ്ലക്സ് വാല്യൂല് റിയൽ പാർട്ടും ഉണ്ടായിരിക്കും, ഇമാജിനറി പാർട്ടും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു റിയൽ ഇമാജിനറി കോമ്പിനേഷൻ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് വേറൊരു ഫോം ആണ്, അല്ലെങ്കിൽ വേറൊരു സ്ട്രക്ചർ ആണ് CF. CFന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് e⁻⁴ ആൽഫ എന്താണെന്ന് പറയാം. C1 cos βx C2 sin βx. ഓക്കെ, അതായത് ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ വരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. ഈ ആൽഫ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് റിയൽ പാർട്ടും ബീറ്റ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഐയുടെ കൂടെ വരുന്ന നമ്പർ, അല്ലെങ്കിൽ ഐയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന നമ്പർ. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സോ CF = e⁻²x C1 cos βx. ബീറ്റ എന്ന് പറയുന്നത് 3 ആണ്. സോ C1 cos 3x plus C2 sin βx. സോ C2 sin 3x. ഇതാണ് ഇവിടുത്തെ എന്ത്? CF അഥവാ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. സോ നമ്മൾ ഇവിടെ നോക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ CF കണ്ടുപിടിക്കുന്ന രീതി എന്താണ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. സോ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എത്ര തവണയാണ് ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ മാക്സിമം ടൈംസ് എത്ര തവണ ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നു എന്നത് മനസ്സിലാക്കിയാണ് ഞാൻ ഓർഡർ മനസ്സിലാക്കുന്നത്. ഡിഗ്രി എന്ന് പറയുന്നത് ഹോൾ സ്ക്വയർ, ഹോൾ ക്യൂബ്, ഹോൾ റൈസ് ടു പവർ എത്രയാണ്, ആ രീതിയിൽ കണ്ടാണ് ഞാൻ എന്ത് മനസ്സിലാക്കുന്നത്, ഡിഗ്രി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. സോ ഈ ഓർഡറും ഡിഗ്രിയും മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിന് പറയുന്ന വേറൊരു പേരാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഇവിടെ നമ്മൾ പഠിക്കുന്ന കംപ്ലീറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെയും ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഡിഗ്രി 1 ആണ്. ഡിഗ്രി 1 ആയ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ. സോ അതില് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ = 0 ആണെങ്കിൽ അതിനകത്ത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ = സം ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്ന ടൈപ്പ് സൊല്യൂഷൻ ഉണ്ടാകും, പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്ന ടൈപ്പും ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വരാനാകുന്ന അല്ലെങ്കിൽ വരാറാകുന്ന പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.